GSLV F12 NVS-1 എന്ന മിഷൻ ISRO വിക്ഷേപിക്കുന്നത് 2023 മെയ് 29 ഓർത്തിരിക്കുക. 2023 മെയ് 29 GSLV F12 NVS-1 എന്ന മിഷൻ ISRO വിക്ഷേപിക്കുന്നത്. ഈ മിഷൻ്റെ ഭാഗമായി ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ GSLV NVS-1 എന്ന നാവിഗേഷൻ സാറ്റലൈറ്റിനെ ജിയോ സിങ്ക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് എത്തിച്ചു. ഈ മിഷൻ്റെ ഭാഗമായിട്ട് NVS-1 എന്ന നാവിഗേഷൻ സാറ്റലൈറ്റിനെ GSLV ജിയോ സിങ്ക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് എത്തിച്ചു. എന്താണ് ജിയോ സിങ്ക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റ്? ഈ ഓർബിറ്റ് മാത്രമല്ല, മറ്റ് ഓർബിറ്റുകളെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണുക. ഈ വിക്ഷേപണം നടന്നത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് കൂടി ഓർത്തിരിക്കുക. ഇനി എന്താണ് NVS-1? NVS-1 എന്നത് ഒരു സെക്കൻഡ് ജനറേഷൻ സാറ്റലൈറ്റ് ആണ്. ഒരു സെക്കൻഡ് ജനറേഷൻ നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ് NVS-1. ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ്റെ ഭാഗമായാണ്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ അഥവാ നാവിക് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കൂടുതൽ കേട്ടിരിക്കുന്നത് IRNSS എന്ന പേരിലായിരിക്കും അല്ലേ? IRNSS എന്ന പേരിൽ ഒരുപാട് ഉപഗ്രഹങ്ങൾ ഇന്ത്യ വിക്ഷേപിച്ചിരുന്നു. ആ ഉപഗ്രഹങ്ങളുടെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്ന ആ ഉപഗ്രഹങ്ങളെക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കൂടുതൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങളാണ് NVS സീരീസിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, IRNSSൻ്റെ ഭാഗമായിട്ട് നമ്മൾ 7 ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. എന്താണ് IRNSS? ഇൻഡിപെൻഡൻറ്റ് റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഓക്കെ, IRNSS എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇത് ISRO ആണ് നിർമ്മിച്ചത്. ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് നാവിഗേഷന് വേണ്ടിയിട്ടാണ്. ഒരു ഭൂമിയിലുള്ള ഏതൊരു വസ്തുവിനെയും ഏതൊരു ഒബ്ജക്റ്റിനെയും കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനാണ് പ്രധാനമായും നാവിഗേഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ മൊബൈലിലെല്ലാം ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ട് അല്ലേ? ആ ഗൂഗിൾ മാപ്പ് ഇതെല്ലാം സാധ്യമാക്കുന്നത് ഇതുപോലുള്ള നാവിഗേഷൻ സിസ്റ്റമാണ്. നമുക്ക് മൊബൈലിൽ ചിലപ്പോൾ GPS ആയിരിക്കും, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലേ? അതും അതേ മാതൃകയിലുള്ള, അത് US-ൻ്റെയാണ് USA അഥവാ അമേരിക്കയുടേതാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അതേ മാതൃകയിലുള്ള ഇന്ത്യയുടെ നാവിഗേഷൻ സിസ്റ്റമാണ് നാവിക് അല്ലെങ്കിൽ IRNSS എന്ന് ഓർത്തിരിക്കുക. ഈ മിഷൻ്റെ ഭാഗമായിട്ട് IRNSSൻ്റെ ഭാഗമായിട്ട് 2 ഓർബിറ്റുകളുണ്ട്. ജിയോ സിങ്ക്രണസ് ഓർബിറ്റും ജിയോ സ്റ്റേഷണറി ഓർബിറ്റും. ഈ 2 ഓർബിറ്റുകളിലേക്കാണ് 7 സാറ്റലൈറ്റുകൾ അയച്ചിരിക്കുന്നത്. അതിൽ 3 സാറ്റലൈറ്റുകൾ 3 സാറ്റലൈറ്റ്സുകൾ ജിയോ സ്റ്റേഷണറി ഓർബിറ്റിലേക്കും 4 സാറ്റലൈറ്റുകൾ ജിയോ സിങ്ക്രണസ് ഓർബിറ്റിലേക്കുമാണ് അയച്ചത്. ഇനി എന്താണ് ജിയോ സ്റ്റേഷണറി ഓർബിറ്റും ജിയോ സിങ്ക്രണസ് ഓർബിറ്റുമെന്ന് ഒന്ന് എളുപ്പത്തിൽ നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന, ഞാനിപ്പോൾ വരയ്ക്കുന്നതാണ് ജിയോ സ്റ്റേഷണറി ഓർബിറ്റ്. അതുപോലെ ഇതാണ് ജിയോ സിങ്ക്രണസ് ഓർബിറ്റ്. ഈ 2 ഓർബിറ്റുകളും ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ജിയോ സിങ്ക്രണസ് ഓർബിറ്റും ജിയോ സ്റ്റേഷണറി ഓർബിറ്റും ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭൂമിയുടെ കറക്കത്തിൻ്റെ അതേ ദിശയിലും വേഗതയിലുമാണ് ഈ 2 ഓർബിറ്റിലുള്ള സാറ്റലൈറ്റുകളും സഞ്ചരിക്കുന്നത്. ഈ 2 ഓർബിറ്റിലുമുള്ള സാറ്റലൈറ്റുകളും സഞ്ചരിക്കുന്നത് ഭൂമിയുടെ അതേ ദിശയിലും അതേ വേഗതയിലുമാണെന്നും ഓർത്തിരിക്കുക. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റുകൾക്ക് ഈ ജിയോ സ്റ്റേഷണറി ഓർബിറ്റ് എന്ന് പറയുന്ന ഓർബിറ്റ് ഭൂമിയുടെ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലായിരിക്കും. ഇക്വറ്റോറിയൽ ലൈനിന് നേരെ മുകളിലാണ് ജിയോ സ്റ്റേഷണറി ഓർബിറ്റ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ജിയോ സിങ്ക്രണസ് ഓർബിറ്റ് കുറച്ചുകൂടി ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ? ജിയോ സിങ്ക്രണസ് ഓർബിറ്റ് കുറച്ചുകൂടി ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടുള്ള അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഏരിയ, നമ്മളുടെ GPS അഥവാ നമ്മളുടെ IRNSS അഥവാ നാവിക്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബോർഡർ, ഇന്ത്യയുടെ ബോർഡറിൽ നിന്നും 1500 കിലോമീറ്റർ അകലെ വരെയാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. 1500 കിലോമീറ്റർ വരെ ഇന്ത്യയുടെ ബൗണ്ടറിയിൽ നിന്നും അകലെയുള്ള റേഞ്ച് ഉണ്ടതിന്. ഏകദേശം ചൈന മുഴുവനായും ഇതിൻ്റെ പരിധിയിൽപ്പെടും. ചൈന, പാകിസ്ഥാൻ എല്ലാം മുഴുവനായും ഇതിൻ്റെ പരിധിയിൽപ്പെടും. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കൂടി ഓർത്തിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നാവിക്കും GPS എന്ന് നമ്മൾ പറഞ്ഞു അമേരിക്കയുടേതാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളുടെ GPS-ന് സമാനമായിട്ടുള്ള, നമ്മുടെ നാവിക്കിന് സമാനമായിട്ടുള്ള മറ്റു രാജ്യങ്ങളുടെ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഏതൊക്കെയാണെന്ന് അറിയാമോ? GPS എന്ന് പറയുന്നത് അമേരിക്കയുടെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഗ്ലോനസ് എന്ന് പറയുന്നത് റഷ്യയുടെയാണ്. ഗലീലിയോ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ്റെയാണ്. ബെയ്ലു എന്ന് പറയുന്നത് ചൈനയുടേതാണെന്നും കൂടി ഓർത്തിരിക്കുക. ഇനി നാവിക്കും GPS തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, നാവിക് സാറ്റലൈറ്റുകൾ ഏകദേശം 5 മീറ്റർ
അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ 5 മീറ്റർ അടുത്ത് വരെയുള്ള 5 മീറ്റർ അകലെ വരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ, അതായത് 5 മീറ്റർ ഒരു ഒബ്ജക്റ്റിൽ നിന്നും 5 മീറ്റർ അകലെ മാത്രമുള്ള ഒരു സർക്കിൾ വരച്ചാൽ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ നിന്നും ഒരു 5 മീറ്റർ അകലെയുള്ള ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിനുള്ള ആ ഒബ്ജക്റ്റ് ഉണ്ടെന്ന് ഇത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യും. എന്നാൽ GPS എന്ന് പറയുന്നത് 20 മീറ്റർ അകലെ ഉള്ള ആക്യുറസി മാത്രമേ GPS കിട്ടൂ. ഒരു ഒബ്ജക്റ്റിൻ്റെ ഏകദേശം 20 മീറ്റർ അകലെ വരെയുള്ള ആക്യുറസിയാണ് ഏതിന് കിട്ടുന്നുള്ളൂ? GPS കിട്ടുന്നുള്ളൂ. അതിനേക്കാൾ എത്രയോ ആക്യുറസി കൂടുതലാണ് നാവിക് കാണാം. അതുപോലെ തന്നെ നാവിക് എന്ന് പറയുന്നത് റീജിയണലാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് റീജിയണൽ എന്ന് പറയാൻ കാരണം നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ബൗണ്ടറിയിൽ നിന്ന് 1500 കിലോമീറ്റർ വരെ അകലെ മാത്രമാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. എന്നാൽ GPS ഗ്ലോബൽ റേഞ്ചാണ്. ഭൂമിയുടെ ഏതൊരു സ്ഥലത്തും ഇതിന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ ഇത് നാവിക് ഡെവലപ്പ് ചെയ്ത ISRO ആണ്. GPS ഡെവലപ്പ് ചെയ്തത് USA സ്പേസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ആണ്. ഓക്കെ, ഇത് കോൺസ്റ്റലേഷൻ ഓഫ് എത്ര സാറ്റലൈറ്റുകളുടെ സമൂഹമാണത്? കോൺസ്റ്റലേഷൻ ഓഫ് 7 സാറ്റലൈറ്റുകളാണ്. GPS എന്ന് പറയുന്നത് 31 സാറ്റലൈറ്റുകളുടെ ഒരു കോൺസ്റ്റലേഷനാണെന്ന് കൂടി കാണാം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നാവിക്കും GPS തമ്മിൽ. ഓക്കെ, ഇത്രയുമാണ് ഈ മെഷീനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.